ഉണ്ടായിരുന്നത്. ഇന്ന് ശക്കിൻ്റെ ദിവസമാണ്. എന്നാൽ ഇന്ന് നാം എല്ലാവരും അറിഞ്ഞു, വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നു. വിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ ഫസ്റ്റ് നൈറ്റിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അഹ്യാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലുൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. റബീഉൽ അവ്വൽ മാസം കടന്നു വന്നതോടുകൂടെ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു പുതുജീവൻ, നവോന്മേഷം ലഭിച്ചു. ജനങ്ങളെല്ലാം റബീഉൽ അവ്വൽ മാസമായപ്പോൾ വിശ്വാസികളെല്ലാം ഒരു വല്ലാത്ത സന്തോഷത്തിലും ഒരു വല്ലാത്ത ആനന്ദത്തിലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടാൻ, പറയാൻ, മുത്തനബിയെ കൂടുതൽ വായിക്കാൻ, അറിയാൻ നമ്മുടെ ദിവസങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നാം ഉള്ളത്. ഇവിടെ അങ്ങോട്ടുള്ള ഒരു മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്തുള്ള നമ്മുടെയൊക്കെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കേണ്ട മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വായിക്കേണ്ട, കൂടുതൽ പഠിക്കേണ്ട, കൂടുതൽ അറിയേണ്ട മാസമാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ. ഈ മാസത്തെ ആ അടിസ്ഥാനത്തിൽ നാം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ മഹബ്ബത്ത് പരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്കുമായി ബന്ധപ്പെട്ട പുരോഗതി നമുക്ക് ഉണ്ടാകുന്നത്. സത്യത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രവും ശരീഅത്തിൻ്റെ പഠനവും നടത്തിയ ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന കാര്യം, ഒരാൾക്ക് സ്വർഗത്തിലെത്തണമെങ്കിലും രക്ഷപ്പെടണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. മുത്തുനബിയെ പറ്റി പറയാൻ തന്നെയാണ് നമ്മുടെ മജ്ലിസ്. അത് പറയാൻ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരൊക്കെ ഇവിടെയുണ്ട്. അതിനുശേഷം അറബിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ് റബീഉൽ അവ്വലിലെ ഒന്നാമത്തെ രാത്രിയിലെ നമ്മുടെ ഈ മജ്ലിസ്. വിശുദ്ധമായ റബീഉൽ അവ്വലിനെ നമ്മുടെ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ മജ്ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വന്ന് നമുക്ക് നവോന്മേഷം നൽകി. ഇന്നലെ മർക്കസിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. ശൈഖുന AP ഉസ്താദുമായി, നമ്മുടെയൊക്കെ ഉസ്താദും ഉസ്താദുമാരുടെ ഉസ്താദൊക്കെ ഇതുപോലെ ഒരു സിറ്റിങ്ങിൽ ഇരുന്നപ്പോൾ ഉസ്താദ് അവിടെ കൂടിയ ആളുകൾക്ക് കൊടുക്കുന്ന നസീഹത്ത് സാന്ദർഭികമായതുകൊണ്ട് ഞാനിവിടെ ഹിക്കായത്ത് ചെയ്യുകയാണ്. ഉസ്താദ് പറഞ്ഞു, സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഉസ്താദ് സാധാരണ ഇജാസത്ത് നൽകാറുള്ള സ്വലാത്താണ്. ഇവിടെ നിന്ന് നമ്മുടെ ICCയിൽ നിന്ന് ബനാത്തും ബനൂനും കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ബനൂനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ബനാത്തിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉസ്താദിനെ കാണാൻ വേണ്ടി ഇവിടുന്ന് പോയപ്പോൾ ഈ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് ഒരു ദിവസം 100-ൽ ചുരുങ്ങാത്ത രീതിയിൽ ചൊല്ലണം എന്ന് ഉസ്താദ് ഉപദേശിക്കുകയാണ്. എന്നാൽ ദോഷം ഉള്ള ആളുകളുടെ ദോഷം പൊറുക്കാൻ അത് കാരണമാകുമെന്നും, കടമുള്ള ആളുകളുടെ കടങ്ങൾ വിടാൻ അത് കാരണമാകുമെന്നും, വിവാഹം ശരിയാവേണ്ട ആളുകൾക്ക്, ശരിയാവാത്ത ആളുകൾക്ക് അത് ശരിയാവാൻ അത് കാരണമാകുമെന്നും, മാത്രമല്ല ദുന്യവിയും ഉഖ്റവിയുമായ നമ്മുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം സ്വലാത്ത് പരിഹാരമാണ്. അത് ഉൾക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായ ഒരു വികാരമാണ്. നമ്മുടെ അതിർവരമ്പുകളില്ലാത്ത പ്രത്യേകമായ പ്രണയത്തിൻ്റെ ഒരു ലോകമാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നാം ഉണ്ടാക്കിയെടുക്കണം. മാനുഷികമായി നമുക്ക് ഉണ്ടായിത്തീരുന്ന പ്രണയമല്ലാതെ നാം അത് ഉണ്ടാക്കിയെടുത്താൽ ആ മഹബ്ബത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രത്യേകമായ വൈബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മുഴുവനും കളർഫുള്ളാണ്. നമുക്ക് പിന്നെ നല്ലതല്ലാത്ത ജീവിതം നയിക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, നല്ലത് ചെയ്യാൻ നമുക്ക് വല്ലാത്ത ഉന്മേഷവും ആവേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാനും ചൊല്ലാനും മൗലിദ് പാരായണം ചെയ്യാനും നിസ്കാരത്തിൽ പോലും അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയെ അങ്ങേക്കു സലാം എന്ന് മനസ്സറിഞ്ഞ് സലാം പറയാനും ഒക്കെ കഴിയുന്ന വല്ലാത്ത മധുരമുള്ള ഒരു ജീവിതമായിരിക്കും ഓരോ ആശിഖത്തിൻ്റെയും ജീവിതം. ആ പ്രണയ ലോകത്ത് വഴിതെളിക്കുന്ന മാസമാണ്
ആ രംഗത്തുള്ള നമ്മുടെ ഇഷ്ടിന് വിശാലത വർദ്ധിപ്പിക്കുന്ന, ഘനം കൂട്ടുന്ന, കട്ടിക്കൂട്ടുന്ന, അതിനർത്ഥമുണ്ടാകുന്ന മാസമാണ് വിശുദ്ധമായ റബീഉൽ അവൽ മാസം. കഴിഞ്ഞ റബീഉൽ അവലിൽ ജീവിച്ചവർ, അതിന് മുമ്പത്തെ റബീഉൽ അവലിൽ നമ്മളൊക്കെ ജീവിച്ചവരാണ്. ഓരോ റബീഉൽ അവൽ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണക്കാക്കിയ റബീഉൽ അവലുകളുടെ എണ്ണം ചുരുങ്ങി 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 വരികയാണ്. മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന് വല്ലാത്ത ശക്തി വന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഓരോ സലാം പറയുമ്പോഴും ആ സലാം മദീനത്ത് മുത്തുനബി മടക്കുന്നത് കേട്ട മഹാന്മാർ ജീവിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ്. നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു മദീന മുനവ്വറയുടെ സമീപത്ത് ചെന്നുകൊണ്ട് യാ അക്രമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും, മലപ്പുറത്തെ മണ്ണിൽ നിന്നും അങ്ങയുടെ അടുത്തേക്ക് വന്ന ഉമർ എന്ന് പറഞ്ഞ് വളരെ ആകർഷണീയമായ ആ കവിത അവിടെ ആലപിച്ച് ലോകപ്രസിദ്ധി നേടിയത്. ആശിഖീങ്ങളുടെ ചരിത്രം വിശാലമാണ്, മുഹിബ്ബീങ്ങളുടെ ലോകം വിസ്മയമാണ്. അങ്ങോട്ട് കടന്നൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ, മുത്തുനബിയുടെ പേരിൽ മൗലിദ് ചൊല്ലാത്ത ഒരു ഹദീസ്, മൗലിദ് ചൊല്ലാത്ത, അതിൻ്റെ ബൈത്ത് ചൊല്ലാത്ത ഒരു ദിവസം പോലും റബീഉൽ അവൽ നമ്മളിൽ നിന്ന് ഉണ്ടായി പോകാൻ പാടില്ല. നമ്മുടെ ലീവിൻ്റെ സമയത്താണെങ്കിലും അതിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഇത് മുത്തുനബിൻ്റെ മാസമാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതിന് നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന, ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന മജ്ലിസാണ് ഈ റബീഉൽ അവൽ തുടക്കത്തിൽ തന്നെ നാം വിളിച്ചു ചേർത്ത ഈ മജ്ലിസ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം മദ്ഹ് ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം തെളിഞ്ഞ ഹൃദയമായി മാറും. കൽബിലെ കറകൾ നീങ്ങിപ്പോകും. ഒരു മനുഷ്യനെ നന്നാകുന്നതിന്, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിന്, ആ മനുഷ്യന് എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ദോഷങ്ങൾ നിറഞ്ഞ, കറ പുരണ്ട, വൃത്തികേടായി കിടക്കുന്ന, ഒരു പുതിയ സോപ്പ് ഉപയോഗിച്ചോ സാബൂൻ ഉപയോഗിച്ചോ ഡിറ്റർജന്റ് ഉപയോഗിച്ചോ ഒന്നും കഴുകിക്കളയാൻ കഴിയാത്ത മനസ്സാണ്. ആ മനസ്സെങ്ങനെ ശുദ്ധിയാക്കാം എന്നത്, മനുഷ്യനെങ്ങനെ നന്നാകാമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതിനുള്ള മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുക, പാടുക എന്നത്. അഇദ് മദ്ഹഹു ഇന്നൽ ഖുലൂബ തുഹിബ്ബുഹു. ഇമാം അബൂബക്കർ റഷീദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്റെ വിത്രിയിൽ പറഞ്ഞു, അഇദ് മദ്ഹഹു ഇന്നൽ ഖുലൂബ തുഹിബ്ബുഹു ബിഔസാഫിഹി തുജ്ലാ ഇദാ ഹിയ തസ്തഊ. ഹൃദയം കറുത്തുപോകുന്ന ഹൃദയം മുത്തുനബിന്റെ മദ്ഹ് പറഞ്ഞ് മങ്കൂസ് മൗലൂദ് ഒരു വട്ടം ചൊല്ലി, രണ്ടാമതും ചൊല്ലി, മൂന്നാമതും ചൊല്ലി, ഒരു ഉസ്താദ് വഅദ് പറഞ്ഞു, വേറെ ഉസ്താദ് പറഞ്ഞു, ചൊല്ലിയത് തന്നെ ചൊല്ലി വീണ്ടും പറഞ്ഞു. അഇദ് മദ്ഹഹു, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, സ്നേഹത്തിനുണ്ടോ അതിര്. ആ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ, മുത്തുനബിയുടെ മദ്ഹ് വർദ്ധിപ്പിക്കുമ്പോൾ ഖൽബിന് തെളിച്ചം വരും. കിടന്നുറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വപ്നത്തിൽ വിരുന്ന് വരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആയിരക്കണക്കായ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിന്റെ മധുരം അറിഞ്ഞവരാണ്, ആസ്വദിച്ച് ജീവിച്ചവരാണ്. അല്ലാഹു നമുക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലായി കാണിച്ചു തന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ ആദ്യാവസാനം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക, മനുഷ്യരുടെ കൂട്ടത്തിൽ, ലോകത്തെ കോടാനക്കോടി ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളവരാണ് അംബിയ. ആ അംബിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധനം ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ നബിയായ ആദം നബി അലൈഹിസ്സലാം അല്ലാഹു തആല വിളിക്കുന്നു. സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗം കണ്ടില്ലേ നിങ്ങൾ? യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നിങ്ങളും പത്നിയും സ്വർഗ്ഗത്തിൽ താമസിക്കണം. ആദം എന്ന പേരാണ് വിളിച്ചത്. ആദം നബിയെ യാ ആദം. ആദം നബിയോട് തന്നെ പറഞ്ഞു, യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം, ആദം നബിയെ എന്ന് പേര് വിളിച്ചു. നൂഹ് നബിയോട് പറഞ്ഞു, യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, പേര് വിളിച്ചു.
ഇബ്രാഹിം നബിയോട് പറഞ്ഞു, യാ ഇബ്രാഹിം അഅ്രിദ് അൻ ഹാദാ, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ. നബിയുടെ പേര് വിളിച്ചു സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസ ഇന്നി അന അല്ലാഹു റബ്ബുൽ ആലമീൻ. ഈസാ നബിയോട് പറഞ്ഞു, യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ. സക്കരിയ നബിയോട് പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യഹ്യ നബിയോട് പറഞ്ഞു, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ. ദാവൂദ് നബിയോട് പറഞ്ഞു, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്. നബിമാരെ പലരെയും, പ്രമുഖരായ പലരെയും വിളിച്ച് അവരുടെ പേര് വിളിച്ച് അല്ലാഹു തആല അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയത് ഖുർആനിൽ വന്നപ്പോൾ ഖുർആനിൽ 6000-ൽ പരം ആയത്തുകളിൽ 4 സ്ഥലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞു. അല്ലാത്ത ധാരാളം സ്ഥലത്ത് മുത്തുനബിയെ അഭിസംബോധന ചെയ്തു. ഖുർആൻ ഇറക്കപ്പെട്ടത് തന്നെ മുത്തുനബി തങ്ങൾക്കുള്ള സന്ദേശമായിട്ടാണ്. ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന മുത്തുനബിയുടെ പേര് വിളിച്ചില്ലെന്ന് മാത്രമല്ല, യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയെ എന്നവിടുത്തെ സ്ഥാനത്തെയാണ് അല്ലാഹു തആല പറഞ്ഞത്. യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂലു. ഇതാണ് അല്ലാഹുവിന്റെ പ്രയോഗം. എത്ര വൃത്തിയായി, എത്ര ഭംഗിയായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിസംബോധനകളെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ്. അവിടുത്തോടുള്ള ഇടപഴക്കൽ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ റസൂലിനെ വിളിക്കരുത് എന്ന് പ്രാക്ടിക്കലായി കാണിച്ചു തന്നതിന് പുറമെ അല്ലാഹു നമ്മോട് നിർദ്ദേശിച്ചു. ലാ തജഅലു ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. അല്ലാഹു സ്നേഹിച്ച നബി, അല്ലാഹു ആദരിച്ച നബി, അല്ലാഹുവിന്റെ ഹബീബായ നബി സയ്യിദുൽ വജൂദ് സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ആ മുത്തുനബിയുടെ സമുദായത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ മേൽ നന്ദി ചെയ്യുന്നവരാവുക എന്നത് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിർബന്ധമായത് കൊണ്ടാണ് വിശ്വാസികളായ നാം മുത്തുനബിയാകുന്ന അനുഗ്രഹം കിട്ടിയതിൻ്റെ പേരിൽ മുത്തുനബിയുടെ ജന്മദിനം വരുമ്പോൾ പ്രത്യേകമായി സന്തോഷിക്കുകയും ഒരുമിച്ച് കൂടുകയും നമ്മുടെ പരിസരങ്ങളെയൊക്കെ വർണ്ണാഭമാക്കുകയും മനസ്സുകളെ, നമ്മുടെ നാവുകളെ സ്വലാത്ത് കൊണ്ട്, മദഹ് കൊണ്ട്, തിരുപ്രകീർത്തനങ്ങളെ കൊണ്ട് മുഖരിതമാക്കുകയും ചെയ്യുന്നത്. ഇതുകൊണ്ടെല്ലാം ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്കും കിട്ടണമെന്നാണ്. ആ ശഫാഅത്തിന് വേണ്ടിയാണ് മഹാന്മാരെല്ലാം ആഗ്രഹിച്ചത്. ആ ശഫാഅത്ത് കൊണ്ട് മാത്രമാണ് ആഖിറത്തിൽ നാളെ രക്ഷപ്പെടാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രദർശിപ്പിക്കപ്പെട്ട് ആ മുത്തുനബിയുമായുള്ള പരിചയം ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് ഖബറിലെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പഠിക്കാൻ, കേൾക്കാൻ, അവിടുത്തെ മദഹുകൾ പറയാൻ, പാടാൻ എല്ലാത്തിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ ഇഷ്ഖ്, സ്നേഹം എല്ലാം അല്ലാഹു ദൈനംദിനം വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കനവിൽ കാണാൻ, മദീനയിൽ സിയാറത്ത് ചെയ്യാൻ പലതവണ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് കാരണമാകുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ മജ്ലിസും ഈ ഒരുമിച്ചുകൂടലും ഈ സംഗമമെല്ലാം അല്ലാഹു കാരണമായി സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് മുത്തുനബിയുടെ മദഹുകൾ നമ്മുടെ ഉസ്താദുമാരൊക്കെ അല്പസമയം നമുക്ക് പറഞ്ഞു തരും. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ കുറഞ്ഞ മൗലിദ്, മങ്കൂസ് മൗലിദിലെ ഒരു ഹദീസ്, സലാം ബൈത്ത്, ത്വലഅൽ ബദ്റു ബൈത്ത് ആരംഭപ്പൂവായ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മജ്ലിസ്. ഇത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മൾ പിരിയുകയാണ്. ഉസ്താദുമാരുടെ ദുആ ഉണ്ടാകും, നസീഹത്ത് ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ഓരോരുത്തരെയായി ക്ഷണിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. അതോടൊപ്പം നമുക്കിവിടെ ഓർക്കേണ്ടത്, ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്, റബീഇന്റെ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകിയ ആളുകളുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ തന്നും പലരും പല നിലക്കുള്ള വർക്കുകളും സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് എക്സ്പെൻസീവായ കാര്യങ്ങൾ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട്, നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്.
അവരുടെ എല്ലാം ആഗ്രഹം നമ്മുടെ ആഗ്രഹം തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള സ്വീകാര്യത കിട്ടണമെന്നാണ്. അള്ളാഹു നമ്മെയും അവരെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അടുത്തതായി റബീഅ സന്ദേശ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട യഹ്യ ഫസൽ അദനി ഉസ്താദിനെ സാദരം ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാർ, ടീച്ചേഴ്സ്, പ്രിയ ഹബീബായ റസൂലുള്ളാഹിയുടെ ജന്മദിനം ആഗതമായി എല്ലാവരും സന്തോഷപൂർവ്വം അതിനെ വരവേറ്റുകൊണ്ടിരിക്കുന്ന ഒരു ദിനത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബീഉൽ അവ്വലിന്റെ ആദ്യ ദിനം തന്നെ ഹബീബായ റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയാനും കേൾക്കാനും അവസരം തന്ന ഒരുക്കിയ എല്ലാവർക്കും ആദ്യം നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ലോകം മുഴുവനും ഇന്ന് ഹബീബായ റസൂലുള്ളാഹിയെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കളാണ്. അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ, അവർ കാണിച്ചു തന്ന രീതിയിലൂടെ അവർക്ക് റസൂലുള്ളാഹിയെ എങ്ങനെയാണോ മഹബത്ത് വെച്ചത്, ആ രീതിയിൽ നമുക്ക് മഹബത്ത് വെക്കാൻ സാധ്യമില്ലെങ്കിലും അതിനോടടുക്കുന്ന രീതിയിലെങ്കിലും മഹബത്തിലേക്ക് ചെല്ലാൻ നാം അവസരം ഒരുക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹിയുടെ ചാരത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അൻത അഹബ്ബ ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി. ഹബീബായ റസൂലുള്ളാഹ്, അങ്ങയെ ഞാൻ എല്ലാത്തിനേക്കാളും ഇഷ്ടം വെക്കുന്നു. ഇല്ലാ മിൻ നഫ്സി, എൻ്റെ നഫ്സ്, ഞാൻ എന്നതൊഴികെ ബാക്കി എല്ലാത്തിനേക്കാളും എനിക്ക് അങ്ങയോടാണ് പ്രിയം. فقال النبي صلى الله عليه وسلم, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇല്ല, അങ്ങനെയല്ല ഉമറേ റളിയല്ലാഹു അൻഹു, അങ്ങനെയല്ല മുഹബ്ബത്ത് വെക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ്? റസൂലുള്ളാഹി പറയുകയാണ്, വല്ലദി നഫ്സി ബിയദി, എൻ്റെ അധികാരം ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ നഫ്സോടുകൂടെ എല്ലാത്തിനേക്കാളും, നഫ്സിനോടുകൂടെ എല്ലാത്തിനേക്കാളും എന്നെയാണ് മഹബത്ത് വെക്കേണ്ടത്. നഫ്സ് കഴിഞ്ഞിട്ടല്ല, ആ നിന്റെ നഫ്സിനേക്കാളുമൊക്കെ അതിനേക്കാളുമൊക്കെ എന്നിലേക്ക് ഇഷ്ക് വെക്കുമ്പോഴാണ് ആ മഹബത്ത് പൂർണ്ണമാകുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളിലൂടെ നമ്മൾ കണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെ കൃത്യമായി പിന്തുടർന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. റസൂലുള്ളാഹി എങ്ങനെയാണ്? റസൂലുള്ളാഹിക്ക് പനിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വേദനയാണ്. റസൂലുള്ളാഹിക്ക് വേദന വന്നാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വേദനയാണ്. ഏത് സമയത്തും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിയുടെ കൂടെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഹിജ്റ പോകാൻ അല്ലാഹുവിന്റെ സമ്മതം കിട്ടുന്ന മദീനയിലേക്ക്, ഈ മദീനയിലേക്ക് ഹിജ്റ പോകാൻ സമ്മതം കിട്ടുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് വന്നിട്ട് പറയുകയാണ്, യാ അബൂബക്കർ, അല്ലാഹുവിന്റെ സമ്മതം കിട്ടിയിട്ടുണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ, എന്നെയും എൻ്റെ കൂടെ കൂട്ടാൻ സമ്മതം തന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയാം. ഈ കരയുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അല്ലയോ അബൂബക്കർ, നിങ്ങൾക്ക് എന്താ കരച്ചിൽ വരുന്നത്?
നിന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോകുന്നതിലാണോ, സമ്പത്ത് ഉപേക്ഷിച്ചു പോകുന്നതിലാണോ, ജന്മനാടിനെ ഉപേക്ഷിച്ചു പോകുന്നതിലാണോ അങ്ങ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാം, അല്ല നബിയേ, ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും അങ്ങയുടെ കൂടെ പോരാൻ ഈ അബൂബക്കറിനെ അള്ളാഹ് തെരഞ്ഞെടുത്തല്ലോ എന്ന ആ ഒരു മഹബത്താണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രിയം. അതിനാണ് റബ്ബിയെ ഞാൻ കരഞ്ഞു പോയതെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്. ഇതാണ് അവരുടെ മഹബത്ത് എന്ന് പറയുന്നത്. ഇതാണ് സ്വഹാബാക്കളുടെ മഹബത്ത് എന്ന് പറയുന്നത്. ബിലാൽ ബിൻ റവാഹ തങ്ങൾ എങ്ങനെയായിരുന്നു ഹബീബിനെ പ്രിയം വെച്ചത്? ഉമയ്യത്തിന്റെ അടിമയായിരിക്കുന്ന ബിലാൽ ബിൻ റവാഹ വലിയ കഠിന പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിലൂടെ ഒരു ഡ്രസ്സും ധരിക്കാതെ വലിച്ചു കീറി ആ മരുഭൂമിയിലൂടെ ഈ ചെറിയ പിഞ്ചു പൈതങ്ങളെ കൊണ്ട് ആ ബിലാൽ തങ്ങളെ റോട്ടിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ സമ്മതം കൊടുത്തയാളാണ് ഉമയ്യത്ത്. ആ ഉമയ്യത്തിന്റെ അടിമയാണ് ബിലാൽ ബിൻ റവാഹ തങ്ങൾ. ആ ബിലാൽ ബിൻ റവാഹ തങ്ങൾ അതായത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയുന്നു, ഇസ്ലാം പുലുകുന്നു. അങ്ങനെ ഹബീബിനെ കാണാൻ വരികയാണ്. ബാബും ബിലാൽ ബിൻ റവാഹ പാവപ്പെട്ട കുടുംബമാണ്, കറുകറുത്തവരാണ്. ഒന്നിനും ഒരു പുരോഗതിയുമില്ലാത്ത, ഒരു അർത്ഥമില്ലാത്ത ആളാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. ബിലാൽ ബിൻ റവാഹ തങ്ങൾ. ആ ബിലാൽ ബിൻ റവാഹ തങ്ങൾ ഏറ്റവും ഉന്നതനായ ഹബീബായ റസൂലുള്ളാഹിയെ കാണാൻ വരികയാണ്. ഭയങ്കര പേടിയുണ്ട് മനസ്സിൽ. എങ്ങനെ ഞാൻ എൻ്റെ ഹബീബിനെ കാണും, എങ്ങനെ ഞാൻ മുഹമ്മദ് നബിയെ കാണും? അങ്ങനെ ധരിക്കാൻ ഡ്രസ്സുകളില്ല. ഈത്തപ്പനയുടെ ഓല ചതച്ചിട്ട് മുടഞ്ഞ് അത് മുൻഭാഗവും പിൻഭാഗവും മറിച്ച് രാത്രിയുടെ കൂരിരുട്ടിൽ, നിലാവില്ലാത്ത രാത്രിയിൽ ഹബീബായ റസൂലുള്ളാഹിയെ കാണാൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിയുടെ വാതിലിൽ എടുത്തിട്ട് റസൂലുള്ളാഹിയെ വിളിക്കുമ്പോൾ ആരാണ്? അപ്പൊ പറയുന്നു, ഞാൻ ബിലാലാണ്. വരൂ ബിലാലെ എന്ന് വിളിക്കുമ്പോൾ ബിലാൽ ബിൻ റവാഹ തങ്ങൾക്ക് പോകാൻ മടി. കാരണം ആ വേഷം എന്ന് പറയുന്നത് അത്രമേൽ മോശമാണ്. ആട്ടിൻ കൂട്ടത്തിലൂടെ ജീവിക്കുന്നവരായതുകൊണ്ട് കുളിക്കാൻ പോലും സമ്മതവും അവസരവും ഇല്ലാത്തത് കൊണ്ട് ഒരു മാട്ടിന്റെ കാഷ്ടവും മൂത്രവും തൻ്റെ ശരീരത്തിൽ വാസന വരുന്ന സാഹചര്യത്തിലുള്ള ബിലാൽ ബിൻ റവാഹ എങ്ങനെയാണ് എൻ്റെ ഹബീബിൻ്റെ മുന്നിലേക്ക് ചെല്ലുക? ആ സമയം ഹബീബായ തങ്ങൾ വിളിക്കുകയാണ്, യാ ബിലാൽ, കടന്നു വരൂ. ബിലാൽ ബിൻ റവാഹ തങ്ങൾ അതാ റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു പോവുകയാണ്. ആ റസൂലുള്ളാഹിയുടെ അടുത്തെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് അവിടുത്തെ നെറ്റിയിലേക്ക് ഉമ്മ കൊടുക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാനന്ദം. ഇത്രയും നാൾ ഇതേപോലൊരു അനുഭവം ഞാൻ അനുഭവിച്ചില്ലല്ലോ അല്ലാഹ്. ഇതെന്റെ ഹബീബായ റസൂലുള്ളാഹിയിൽ നിന്ന് ആ അനുഭവം ഏറ്റെടുത്തല്ലോ അല്ലാഹ്, അറിഞ്ഞല്ലോ അല്ലാഹ്. ആ ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ആ ബിലാൽ ബിൻ റവാഹയുടെ ചരിത്രം മരണപ്പെടുന്ന മഹാവേദനയിൽ കിടക്കുമ്പോൾ കരയാൻ ആര്? ബിലാൽ തങ്ങൾ കരയാൻ. ഈ കരയുന്ന സമയത്ത് എൻ്റെ പ്രിയ പത്നിയൊക്കെ എടുത്തുണ്ട്. ഈ വേദനകളെ കൊണ്ട് പുളയുന്ന തൻ്റെ ഭർത്താവാകുന്ന ബിലാൽ തങ്ങളെ കാണുമ്പോൾ തൻ്റെ ഭാര്യയാകുന്ന ഭാര്യ പറയുന്നുണ്ട്, അല്ലയോ, വലിയ രീതിയിൽ കരച്ചിലാണ്. ഇത് കാണുമ്പോൾ ബിലാൽ തങ്ങൾ ചോദിക്കുകയാണ്, അല്ല പ്രിയ പത്നി, എന്തിനാണ് കരയുന്നത്? ഈ മരണം എനിക്ക് സന്തോഷമാണ്. എൻ്റെ ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് എത്താൻ എനിക്ക് സാധ്യമാകുമല്ലോ എന്നൊരു സന്തോഷം. എൻ്റെ ഹബീബ് റസൂലുള്ള മരണപ്പെട്ട അന്ന് മുതൽ ഈ നാട് വിട്ടുപോയി വർഷങ്ങൾക്ക് ശേഷം ഹബീബായ റസൂലുള്ള സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തതിൻ്റെ പിൻബലത്തിൽ മദീനയിലേക്ക് കടന്നു വന്ന സ്വഹാബാക്കളുടെ ആഗ്രഹപ്രകാരം പങ്കുവിളിക്കുന്ന ആ സാഹചര്യത്തിലാണ് മരണപ്പെടുന്നത്. ആ ബിലാൽ ബിൻ റവാഹയും മരണം ആഗ്രഹിച്ചത് റസൂലുള്ളാഹിയെ കാണാൻ സാധിക്കുമല്ലോ എന്ന്. ഇതാണ് അവരുടെ മഹബത്ത്, ഇതാണ് അവരുടെ ആ റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അവിടുന്ന് ഒക്കെ എല്ലാവരുടെയും മഹബത്ത് നമ്മൾ പറയുമ്പോൾ അത് എണ്ണമറ്റതാണ്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധ്യമാകാത്തതാണ്. മദീന മുനവ്വറ രണ്ട് രീതി അനസ് ബിൻ തങ്ങൾ പറയുന്നുണ്ട് മദീനയെ കുറിച്ച്. ഒന്ന്, മദീനയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി കടന്നു വന്നതാണ്. അനസ് ബിൻ തങ്ങൾ പറയുന്നുണ്ട്, ഓരോരുത്തരും മരങ്ങളുടെയും മറ്റുള്ളതിൻ്റെയും മുകളിൽ കയറിയിട്ട് റസൂലുള്ളാഹിയുടെ വരവിനെ ഇങ്ങനെ സന്തോഷപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെ ആനന്ദത്തോടുകൂടെ അവർ കാണുകയാണ്. ഓരോരുത്തരും ഗിഫ്റ്റുകൾ ഒന്ന് കൊടുക്കുന്നുണ്ട് റസൂലുള്ളാഹിക്ക്.
പാവം മനസ്സറിയാഹുവിന്റെ ഉമ്മ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാം, യാ റസൂലല്ലാഹ്, ഞാനൊരു പാവം പെണ്ണ, എനിക്കൊന്നും അങ്ങേക്ക് ഗിഫ്റ്റ് തരാനില്ല. ആകെ ഒരു ഗിഫ്റ്റ് ഉള്ളത് ഈ അനസിനെ ഞാൻ അങ്ങയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അങ്ങേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവാണ് രാത്രികളിൽ രാത്രിയാമങ്ങളിൽ എണീക്കുമ്പോഴും റസൂലുള്ളാഹിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്ത അനസുവിനോ തങ്ങൾ, റസൂലുള്ളാഹിക്ക് വേണ്ട എല്ലാ ഖിദ്മത്തും ചെയ്തു കൊടുത്ത അനസുവിനോ തങ്ങൾ ഒന്നുവരെ റസൂലുള്ളാഹി ചെയ്യുന്നൊരു വാക്കുപോലും മനസ്സിന് പറയേണ്ടി വന്നിട്ടില്ല. ആ അനസുവിന് തങ്ങൾ റസൂലുള്ളാഹി മരണപ്പെടുമ്പോ റസൂലുള്ളാഹിയെ മറവ് ചെയ്ത് വരുന്ന സമയം പ്രിയ പത്നിയാകുന്ന റസൂലുള്ളാഹിയുടെ പ്രിയ പത്നിയാകുന്ന ഫാത്തിമ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല അനസേ, അനക്ക് എങ്ങനെയാടാ ആ റസൂലുള്ളാഹിയെ ഒറ്റക്കാക്കി പോരാൻ സാധ്യമായത് എന്ന് അനസ് തങ്ങൾ പറയാണ്, ഫാത്തിമ, എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ, എൻ്റെ മനസ്സിനോട് ദേഷ്യം വരാതെ ഹബീബിനെ എനിക്ക് അവിടെ നിർത്തി പോരാൻ സാധ്യമായില്ല. കാലത്തിന്റെ വിധിയാണല്ലോ. ആരാണ്? അനസ് റളിയല്ലാഹു അൻഹു. എല്ലാവരും ഇങ്ങനെയാണ്. ഉവൈസുൽ ഖർനി തങ്ങൾ ആരാണ്? ഈ ഉവൈസുൽ ഖർനി തങ്ങൾ ഉഹദിൽ റസൂലുള്ളാഹിയുടെ മുൻപല്ല് പോയി എന്ന വാർത്ത കേൾക്കുമ്പോൾ അവിടുന്ന് തന്റെ റസൂലുള്ളാഹിക്ക് ഇല്ലാത്ത മുൻപല്ല് ഇനി എനിക്കെന്തിന്? അവിടുത്തെ ആ മഹബ്ബത്തിന്റെ പേരിൽ മുൻപല്ല്, തന്റെ പല്ലുകളെ മുഴുവനും അവിടുന്ന് അടർത്തി വീഴ്ക്കുകയാണ്. ആരാണ്? കർണിയിലുള്ള ഉവൈസ് തങ്ങൾ. ആ ഉവൈസ് തങ്ങൾ തന്റെ പല്ലാകുന്ന മുഴുവൻ പല്ലിനെയും എന്തായി അവിടുന്ന് അടർത്തി കളഞ്ഞു. ചരിത്രം വിശാലമാണ്, അതിലേക്ക് കടക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അലിയാർ തങ്ങളോടും ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോടും വസിയത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും കർണിയിലുള്ള ഉവൈസിനെ കാണുകയാണെങ്കിൽ തന്റെ സമൂഹത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണേ എന്ന്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് വേളയിൽ ബഗ്ദാദിൽ നിന്ന് വന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ചോദിക്കുന്നുണ്ട്, അല്ല സമൂഹമേ, നിങ്ങളുടെ ഇടയിൽ കർണിയിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ഒരാൾ പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരാളില്ല. നിങ്ങൾ ആഗ്രഹം പറയുന്ന രീതിയിൽ, നിങ്ങൾ ചോദിക്കാൻ പറ്റിയ രീതിയിൽ ആരുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ ഒരു കർണിയിൽ നിന്നുള്ളൊരു ഉവൈസ് ഉണ്ട്. അവരെന്താണ്? മരുഭൂമിയിലൂടെ ഭ്രാന്തനെപ്പോലെ ഓടി നടക്കുന്നവരാണ്. അവർ മഹബ്ബത്ത് ഇങ്ങനെ ആകെ ഒരു ഉറക്കപ്പെടുന്ന കോലത്തിലൂടെ ഓടി നടക്കുന്നയാളാ ഈ ഉവൈസ്. ആ ഉവൈസിനെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അതെ. അവിടുന്ന് ഉവൈസ് ഖർനി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ ഹബീബായ റസൂലുള്ളാഹി കാണുമ്പോൾ തന്റെ സമൂഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കരയുന്നുണ്ട്. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലയോ ഉമറെ, അങ്ങ് റസൂലുള്ളാഹിയെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന്. ആര്? ഉവൈസ് ഖർനി. കാരണം ഹബീബായ റസൂലുള്ളാഹിയുടെ സ്നേഹത്തോടെയാണ് ഈ കാണുന്ന പല്ലുകൾ മുഴുവൻ ഉവൈസ് ഖർനി തന്റെ വായിൽ നിന്ന് അടർത്തി വീഴ്ത്തിയത്. ആരോടാ ചോദിക്കുന്നത്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോടാ. ഈ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എങ്ങനെയാ മദീനയിൽ റസൂലുള്ളാഹി മരണപ്പെട്ടു വഫാത്തായി എന്ന് കേൾക്കുമ്പോ എല്ലാവരും വലിയ ടെൻഷനോടുകൂടെ വലിയ രീതിയിൽ മൂഖമായി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് തന്റെ ഒരേ ഉറയിൽ നിന്ന് ഓടോടിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വരികയാണ്. ആരടാ എൻ്റെ ഹബീബ് മരണപ്പെട്ടു എന്ന് പറയുന്നത്? ആ സമയത്ത് അവിടെ നിന്നും അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ആ സാഹചര്യത്തെ തരണം ചെയ്യുന്നത്. ആ ഉമർ ഇബ്നു ഖത്താബ് അത്രയും ഇഷ്കുള്ള ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെയാണ് മഹാന്മാരുടെ സ്നേഹം. ഹബീബായ റസൂലുള്ളാഹിയോട് അതിരില്ലാത്ത സ്നേഹം വെക്കുന്നവരാണ് സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കൾ പോവേണ്ട സ്വർഗത്തിലേക്കല്ലേ നമുക്ക് പോവേണ്ടത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബായ റസൂലുള്ളാഹിയോട് മഹബ്ബത്ത് വെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊരു ചെറിയൊരു ചരിത്രം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കൂഫയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ എപ്പോഴും സലാത്ത് ചെല്ലുന്ന പതിവുള്ളയാളാ. ഏത് സമയത്തും ഹബീബായ റസൂലുള്ളാഹിയുടെ മേലിൽ ഇങ്ങനെ സലാത്ത് ചെല്ലും. ഏത് വിഷയം അയാളോടൊന്ന് പറഞ്ഞാലും അദ്ദേഹത്തിലേക്ക് മറുപടി ഹബീബായ റസൂലുള്ളാഹിയുടെ മേലിൽ സലാത്ത് ചെല്ലുക എന്ന രീതിയിലാണ്. ഇങ്ങനെ ഇദ്ദേഹം നല്ലോണം സലാത്ത് പതിവാക്കുന്നയാളാ. ഇദ്ദേഹത്തിന്റെ മുന്നിൽ ആര് പരാതി വന്ന് പറഞ്ഞാലും അതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് സ്വലാത്താണ്. ഈ സ്വലാത്ത് ചെല്ലുന്ന ഈ മഹാൻ, ഇദ്ദേഹത്തിന്റെ ജൂതനായ ഒരു അയൽവാസി ഇദ്ദേഹത്തോട് അസൂയ വരികയാണ്. ഇദ്ദേഹത്തിന്റെ ഈ സലാത്തിന്റെ ആ പ്രിയം എങ്ങനെയെങ്കിലും ഒന്ന് കളയണം. ഇദ്ദേഹത്തിനുള്ള ആ സലാത്തിന്റെ ആ ഒരു പറച്ചിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കളയണം, ഒന്ന് ആണം കെടുത്തണം എന്ന് മനസ്സിലാക്കി
ആ സമൂഹത്തിൽ തന്നെ ഏറ്റവും സൂക്ഷിപ്പ് സ്വത്തായ ഒരു രത്നം ഈ ജൂതന്റെ കയ്യിലുണ്ട്. ഈ ജൂതന്റെ കയ്യിലുള്ള ഈ രത്നം ഈ പറയുന്ന ഈ കൂഫയിലെ ചെറുപ്പക്കാരന്റെ കയ്യിൽ സൂക്ഷിപ്പ് സ്വത്തായി കൊടുക്കുകയാണ്. ഈ സൂക്ഷിപ്പ് സ്വത്തായി കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ബഗ്ദാദിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നത് വരെ ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ നിങ്ങൾ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. അതുകൊണ്ട് ഇതെന്താവണം, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞെടുക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് എന്താകുന്നു, ഈ യജ്ഞം അദ്ദേഹത്തിന്റെ കയ്യിൽ സൂക്ഷിപ്പ് സ്വത്തായി കൊടുത്തിട്ട് ഇദ്ദേഹം മാറി നിൽക്കുകയോ ബഗ്ദാദിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന് അറിയാം 2-3 ദിവസം കഴിഞ്ഞാൽ ഈ സൂക്ഷിപ്പ് സ്വത്തുകാരൻ ഇവിടെ നിന്ന് യാത്ര പോകുന്നുണ്ട് എന്ന്. ഈ സൂക്ഷിപ്പ് സ്വത്തുകാരൻ എന്തായി, മനുഷ്യൻ എന്തായി, മനുഷ്യൻ ഈ എന്റെ പ്രിയ പത്നിയെ പോലും അറിയിക്കാതെ ഒരു ഉള്ളറയിൽ കൊണ്ട് വന്ന് ആ രത്നം എന്താവുകയാണ്, പൂത്തിവെക്കുകയാണ്. ഇങ്ങനെ ഇദ്ദേഹം അവിടുന്ന് യാത്ര പോയി തന്റെ ഭാര്യയും കൂട്ടിയിട്ട് ഈ തക്കം പാർത്ത് ഈ ജൂതനായ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി. കാരണം അന്നത്തെ വീട്ടു സാഹചര്യം അങ്ങനെയാണ്. കാരണം വളരെ രീതിയിൽ ഓലപ്പുരകളാണ്. ആ വീട്ടിൽ കയറിയിട്ട് ആ രത്നം അദ്ദേഹം കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ബഗ്ദാദിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ബഗ്ദാദിലെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ രത്നം കൊണ്ടുപോയി വിളിച്ചറിയുകയാണ്. ഒരേ ലക്ഷ്യമുള്ളൂ, എന്റെ സമ്പത്ത് തകർന്നാലും വേണ്ടില്ല, ഇദ്ദേഹത്തിന്റെ സലാത്ത് ചൊല്ലിയുള്ള ഈ ഒരു മഹത്വം, ഈ നാണം കെടുത്തണം അദ്ദേഹത്തെ. എന്തേ നിന്റെ സലാത്ത് ചൊല്ലിയുടെ രത്നം എവിടുന്ന് ചോദിക്കണം എന്നൊരു ഒറ്റ കാരണമേ ഉള്ളൂ. ഇദ്ദേഹം തിരിച്ചു വരാൻ സമയമായി. തന്റെ ആ കൂഫയിലുള്ള മനുഷ്യൻ ഭാര്യയോട് പറയാം, ഇന്ന് നമുക്ക് നല്ല സൽക്കാരം ഒരുക്കണം, നമ്മുടെ ജൂതൻ അവിടുന്ന് യാത്ര കഴിഞ്ഞ് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഇദ്ദേഹം അങ്ങാടിയിൽ പോയി വലിയ ഒരു മത്സ്യത്തെ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെക്കാൻ പറഞ്ഞ് ഈ ജൂതൻ മനുഷ്യൻ കടന്നു വരുമ്പോ ഈ മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ ഇരിക്കി ഭക്ഷണം കഴിച്ചു പോകാം, നിങ്ങളുടെ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താവുന്ന രത്നം ഉണ്ടല്ലോ അതെനിക്ക് തന്നാ മതി. ആ സമയത്ത് ഇദ്ദേഹം ഈ രത്നത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ ഇദ്ദേഹം പുറത്തിങ്ങനെ കൈകൊട്ടി നാണം കെടുത്തുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിനറിയാം, ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ച സ്ഥലത്തു നിന്നും ഞാൻ രത്നം കൊണ്ടുപോയിട്ട് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട് എന്ന്. സലാത്ത് ചൊല്ലി ഇദ്ദേഹത്തെ എനിക്കെന്താകാം, നാണം കെടുത്താമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പുറത്ത് ആഹ്ലാദിച്ചു. ഈ മനുഷ്യൻ പോയിട്ട് ഇദ്ദേഹം വെച്ച ആ സ്ഥലത്ത് രത്നം തെരയുമ്പോ രത്നം കാണുന്നില്ല. ഇദ്ദേഹം അന്താളിക്കുകയാണല്ലോ, ഇനി എന്തു ചെയ്യും, ഒരു സൂക്ഷിപ്പ് സ്വത്തായി എന്നെ ഏൽപ്പിച്ച ഈ സ്വത്ത് ഇനി എന്തു ചെയ്യും ഞാൻ? ഇദ്ദേഹം അന്തം വിട്ടു പോവുകയാണ്. ഇദ്ദേഹം കരയാണ്. വലിയ രീതിയിൽ കരയുമ്പോ തന്റെ പ്രിയ പത്നി അവിടുന്ന് അത്ഭുതത്തോടെ വിളിക്കുന്നു, ഓ മനുഷ്യ ഇങ്ങോട്ടൊന്ന് ഒരു വിളി. പതിവില്ലാത്ത വിളി കേട്ട് ഇദ്ദേഹം പോയി നോക്കുമ്പോ ഭാര്യ വിളിക്കുന്ന വിളി എന്താ? ആ മത്സ്യത്തിന്റെ വയറ് കീറുമ്പോ വയറിനുള്ളിലുണ്ട് ഈ കാണുന്ന രത്നം. ഈ ഭാര്യ അറിഞ്ഞിട്ടില്ല. ഭാര്യയുടെ അമൂല്യ സ്വത്ത് കിട്ടിയെന്ന സന്തോഷത്തിൽ തന്റെ ഭർത്താവിന് മുന്നിൽ പറയുമ്പോൾ ഇത് കണ്ട ഉടനെ ഈ മനുഷ്യൻ ബോധരഹിതനായി വീഴുകയാണ്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ, പുറത്തു നിൽക്കുന്ന ജൂതനായ മനുഷ്യൻ ആഹ്ലാദിച്ച് മുന്നിലേക്ക് വരുമ്പോൾ കാണുന്നത് ഈ സമുദ്രത്തിലേക്ക് എറിഞ്ഞ തന്റെ രത്നം ഇതാ ഇവിടെ കിടക്കുന്നു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന്. അല്ലോ, ഈ ഒരു മനുഷ്യൻ കരയാണ്, ജൂതനായ മനുഷ്യൻ കരയാണ്. ഇദ്ദേഹം ബോധം കെട്ട് വീഴുകയാണ്. ഈ ഇതിനിടയിൽ ഭാര്യ ഒന്നും അറിയാതെ നിൽക്കുന്നു. ഈ മനുഷ്യന്റെ ബോധം തെളിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ നിന്റെ സലാത്തിന് നാണം കൊടുത്താൽ ഇങ്ങനെയൊക്കെ ചെയ്തതായിരുന്നു, എന്നാലും അള്ളാഹുവിന്റെ നിന്റെ ഹബീബിന്റെ മേലിൽ സലാത്ത് ചെയ്യുക വലിയ ഗുണമാണെന്നല്ലേ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവിടെയും അള്ളാഹുവിന്റെ സലാത്ത് വിജയിക്കുകയാണ്. എന്തിനും പരിഹാരം സലാത്താണ്, എല്ലാത്തിനും പരിഹാരം സലാത്താണ്. അതുകൊണ്ട് അവസാനമായി നമ്മുടെ ഈ സലാത്ത് ജീവിതത്തിൽ നിത്യമായി പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. റബീഉൽ അവ്വൽ 1 ദിനമെങ്കിലും നമ്മൾ എന്താവണം, ഒരു പ്രതിജ്ഞ ചെയ്യണം, അല്ലാഹ് ഇനിയുള്ള ദിവസം ഒരു 100 സലാത്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കുമെന്ന ഒരൊറ്റ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിയത്ത് ചെയ്തുകൊണ്ടാവണം ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതെന്ന ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി റസൂൽ പ്രഭാഷണം നടത്തും ബഹുമാനപ്പെട്ട സഫ്വാൻ സഅദി ഉസ്താദ് സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ وعلى آله وصحبه الفائزين برضا أما بعد. من تذكر جيران بذي سلم
مزجت دمعا جرى من مقلة بدمي مولاي صل وسلم دائما أبدا എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, ടീച്ചേഴ്സ്, മറ്റു വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും കൂടെ അല്ലാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഔലൻ നാസി ബിയൗമിൽ ഖിയാമത്തി അക്സറഹും അലയ്യ സ്വലാത്ത് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ പൊരുൾ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ആമുഖം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ എന്നോടടുത്തവർ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയവരായിരിക്കുമെന്ന്. ഉസ്താദുമാരോട് രണ്ട് ഉസ്താദുമാർ പറഞ്ഞു, സ്വലാത്തിന്റെ മഹത്വം കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ നിസ്കാരമായിക്കോട്ടെ, നോമ്പായിക്കോട്ടെ, ഹജ്ജായിക്കോട്ടെ തുടങ്ങി എന്ത് സൽക്രമം ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിനൊരു നിയത്ത് അതുണ്ടാകും. നിസ്കാരത്തിന് ളുഹറാണെങ്കിൽ ളുഹറിന്റെ നിയത്ത് വെക്കും, അസറിന്റെ നിയത്ത് വെച്ചിട്ട് ളുഹർ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടാവും ഇല്ല. നിസ്കാരമാണെങ്കിൽ അതിൻ്റെതായ ഷർത്തും ഫർളും ഒക്കെ ഒത്തൊരുമിച്ച് നിയത്തൊക്കെ വെച്ച് നല്ല മട്ടത്തിന് അല്ലെ നല്ല നിസ്കാരമാവുള്ളൂ. നോമ്പും അതുപോലെ തന്നെയാണ്. നമ്മൾ അത്താഴത്തിനൊക്കെ എണീറ്റ് അത്താഴം സുന്നത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് തറാവിയൊക്കെ നിസ്കരിച്ച് തറാവിന് ശേഷം നിയത്തൊക്കെ വെച്ച് അതിന്റെ ഒരു ചട്ടത്തിൽ ചെയ്താല് നോമ്പാവുകയുള്ളൂ. അല്ലാതെ രാവിലെ സുബഹി മുതൽ മഗ്‌രിബ് വരെ പട്ടിണി കടന്നുകൊണ്ട് നോമ്പാവോ? അതില്ല. ഇങ്ങനെ തുടങ്ങി എന്തെടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെല്ലാത്തിനും അതിൻ്റെതായ ഒരു നിയത്തുണ്ടാവും. എന്നാൽ നമ്മൾ സ്വലാത്ത് എന്ന് പറഞ്ഞ സംഗതി നമ്മൾ ഇങ്ങനെ ചെല്ലിയാൽ മതി. ചിലർ അന്തം വിട്ട് ചെല്ലലുണ്ടാവും, ചിലപ്പോൾ വാണച്ചിട്ട് ചെല്ലലുണ്ടാവും. വാണെന്ന് വെച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ കൊലിട്ടും, ഇല്ലെങ്കിൽ അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇങ്ങനെ സ്വലാത്തലുണ്ടാവും. ഇപ്പൊ പലരുടെ കയ്യിലും കൗണ്ടർ കാണാം അല്ലെ, കൗണ്ടർ ഉണ്ടാവും. കൗണ്ടർ ഇങ്ങനെ നെക്കി ഇങ്ങനെ പോകുണ്ടാവും, എന്നാലും കൊല്ലിനെയാണ്. കൗണ്ടർ നിൽക്കാനല്ല കേട്ടോ, ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ പോയാലും അതിനും കൊല്ലാണ്. അപ്പൊ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ എത്ര സ്വലാത്തല്ലാലും അതിനൊരു കണക്കോ കാര്യങ്ങളൊന്നും എത്രയും ചൊല്ലാം. ഒരു ദിവസം എത്ര തന്നെയാണ് അത് പറ്റുള്ളൂ അങ്ങനൊന്നുമില്ല. നമ്മൾ എങ്ങനെ ചെല്ലിയാലും ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും ശുദ്ധി ഉണ്ടാവുമ്പോഴും ഇല്ലെങ്കിലും എങ്ങനെ നമുക്ക് സ്വലാത്തായി ചെല്ലാം, അത് സ്വീകരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ചെറിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ സൽമാൻ അൽ ഫാരിസി തങ്ങളും ഒരു ദിവസം മദീന പട്ടണത്തിലേക്ക് ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മദീന ഖബർ നിവാസികൾ ഇങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോൾ എല്ലാ ഖബറിന്റെ അടുത്തേക്കും അവരിങ്ങനെ പോകുമ്പോ വലിയ മാറ്റങ്ങളൊന്നുമില്ല, അവിടുന്ന് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ഒരു ഖബറിന്റെ അടുത്ത് എത്തപ്പെട്ട ഒരു ഭീകരമായ ശബ്ദം ഖബറിന്റെ ഉള്ളിൽ കേൾക്കണേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ മുഅ്ജിസത്ത് കാരണം ആ ശബ്ദം കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഇതിങ്ങനെ കേട്ടപ്പോ ഖബറിന്റെ ഉള്ളിൽ കേൾക്കണേ ഏതൊരാൾക്കും പേടിയാകും അല്ലേ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം അത് കേട്ടത് മുഅ്ജിസത്ത് കാരണം. അപ്പൊ വീണ്ടും റസൂലുള്ളാഹി ഖബറിന്റെ സ്റ്റക്കായി വീണ്ടും നോക്കി ഖബറിന്റെ ഉള്ളിലേക്ക് കാണുന്നില്ല. ഖബറിന്റെ പുറത്തു നിന്ന് നോക്കിയപ്പോ വീണ്ടും ആ ഖബറിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് രക്ഷ തരണേ, ഞാൻ ഖബറിൽ അദാബ് അനുഭവിക്കുകയാണ്.
രക്ഷ തരണേ. ഇതിങ്ങനെ കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടിയായി. റസൂലുള്ള പറഞ്ഞു, സൽമാനെ ഫാരിസി വിളിച്ചു പറഞ്ഞു, ഓ സൽമാൻ ഇവിടെ വാ, ഇതാരെ ഖബറാ ചോദിച്ചു. അപ്പൊ സൽമാൻ ഫാരിസി റസൂലുള്ള എനിക്കറിയില്ല, ഞാൻ വേണേ അന്വേഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന നിവാസികളോട് പറയുകയാണ്, ഈ മദീന നിവാസികൾ ആരെല്ലാം ഖബറാണോ ഇവിടെ കിടക്കുന്നത് അവരുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ എല്ലാ കുടുംബക്കാരും ഖബറിലേക്ക് ഒന്ന് സിയാറത്ത് ചെയ്യാൻ പറയണേ സൽമാൻ. ഹബീബായ തങ്ങളെ കൽപ്പന പ്രകാരം സൽമാൻ ഫാരിസി തങ്ങൾ മദീന പട്ടണത്തിൽ അനൗൺസ്മെന്റ് ചെയ്തിട്ട് പറഞ്ഞു, എല്ലാവരും അവരുടെ ഖബറാളികളെ സ്വന്തം കുടുംബക്കാരെ ഖബറിനെ സിയാറത്ത് ചെയ്യാൻ റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും ഖബറിലെത്തി. എല്ലാവരും എല്ലാ കുടുംബങ്ങളും ഖബറിലെത്തി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശയപരമായ ശബ്ദം കേൾക്കുന്ന ഖബറിന്റെ അടുത്ത് നിന്ന് മാറിയില്ല. റസൂലുള്ളാഹി അവിടെ തന്നെ നിന്നു. ഈ ഖബറിന്റെ അടുത്ത് ഒരൊറ്റ മനുഷ്യൻ വീണില്ല. ബാക്കി എല്ലാ ഖബറിന്റെ അടുത്തും അവരുടെ കുടുംബക്കാർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നു. റസൂലിനെ ക്ഷണിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വന്നു. പക്ഷേ ഈ ഖബറിന്റെ അടുത്തിൽ നിന്ന് ഒരൊറ്റ മനുഷ്യൻ പോലും വന്നിരുന്നില്ല. വീണ്ടും അതാ ആ ഖബറിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. ഒരു എന്താ പറയുക, നമ്മുടെ സഹായം ചോദിക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. കുറച്ച് സമയത്തിന് ശേഷം റസൂലുള്ള അവിടെ നിന്ന് കുറെ സമയം നോക്കി നിന്നിട്ട് അതാ ആരും ആ ഖബറിന്റെ അടുത്തേക്ക് വരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ഒരു പ്രായമായ ഉമ്മ, ഒരു വൃദ്ധയായ സ്ത്രീ മേച്ച് നടക്കാനും കഴിയുന്നില്ല, ഇരുന്നിട്ടല്ല വരുന്ന ആ ഒരു ഗതിയിൽ ഒരു പ്രായമായ ഉമ്മ അങ്ങനെ വേച്ച് ഈ ഖബറിന്റെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ ഉമ്മ, ഇത് ആരുടെ ഖബറാണ്? ആ ഉമ്മ അവിടുന്ന് പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഇതെന്റെ പൊന്നുമോന്റെ ഖബറാണ്. ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ച എന്റെ പൊന്നുമോന്റെ ഖബറാണ് നബിയേ. അവിടുന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയോട് റസൂലുള്ളാഹി ചോദിച്ചു, ഉമ്മ, ഈ നിങ്ങളുടെ മകന്റെ ജീവിതകാലത്ത് നിങ്ങൾക്ക് അനിഷ്ടമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തിട്ടുണ്ടോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോ ഉമ്മ ആദ്യം പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഒന്നോർത്ത് നോക്കുമ്പ, നിങ്ങളെ മോനും ഖബറിൽ അദാബ് അനുഭവിക്കുകയാണ്, ശിക്ഷ അനുഭവിക്കുകയാണ്. ഒന്ന് ഓർത്ത് പറയണേ ഉമ്മ, ഇനി അങ്ങനെ എന്തെങ്കിലും എന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്ന് പറയുകയാണ്. ആ ഉമ്മ കുറെ നേരം ആലോചിച്ച് പറഞ്ഞു, ഇല്ല തന്നെ പറഞ്ഞു. പിന്നെ റസൂൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ആ റസൂലെ, എനിക്കൊന്നും ഓർമ്മയുണ്ട്. എന്റെ മോന് നല്ല മോനുണ്ടായിരുന്നു. ഒരു ദിവസം ഓന് കള്ളി കുടിച്ചു കൊണ്ട് വന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി. അതുവരെ ആ ഉമ്മക്ക് ഓർമ്മയുണ്ടായി. പിന്നെ റസൂൽ തന്നെ പിന്നെ ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ദിവസം എന്റെ പൊന്നുമോന് കള്ള് കുടിച്ചുകൊണ്ട് ബുദ്ധിക്ക് മസ്തിഷ്കത്തിൽ എന്താണ് ആൽക്കഹോളിന്റെ ആ കാഠിന്യം നിറഞ്ഞത് കൊണ്ട് ആ പൊന്നുമോന് എന്റെ അടിവയറ്റിലേക്ക് ചവിട്ടി, സ്വന്തം ഉമ്മാന്റെ അടിവയറ്റിലേക്ക് ചവിട്ടിയിട്ട് റസൂലുള്ള പറഞ്ഞു, ഉമ്മ, നിങ്ങൾ അതൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്ന് പറയുകയാണ്. ആ ഉമ്മ പറഞ്ഞു, അവൻ എന്ത് അദാബ് അനുഭവിക്കുന്നുണ്ടെങ്കിലും അന്ന് എന്നോട് അന്ന് ചെയ്തത് മാത്രം ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഉമ്മത്തിൽപ്പെട്ട നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളല്ലേ. എന്നാൽ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് റസൂലുള്ള കുറെ ഉമ്മയോട് എന്താ പറയാ, കെഞ്ചി എന്നൊക്കെ നമുക്ക് പറയാം. ഉമ്മ പറഞ്ഞു, ഇല്ല, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല, ബാക്കിയെല്ലാം ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്താലും. പക്ഷേ അന്ന് അവൻ അത് ചെയ്തത് മാത്രം
ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല എന്ന് ഉമ്മ അവിടുന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേക മോചിസത്ത് കാരണം ഈ ഖബറിൽ നിന്നുള്ള ശബ്ദം കേൾക്കാനിടയായി. ഉമ്മ, നിങ്ങൾ ഈ ഖബറിന്റെ അടുത്തേക്ക് തിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ ചെവി ഒന്ന് ഖബറിന്റെ അടുത്തേക്ക് വെക്കണേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മോചിസത്ത് കാരണം ആ ഘോരമായ ശിക്ഷ അനുഭവിക്കുന്ന ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ആ ഉമ്മാക്ക് കേൾക്കുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ ഉമ്മ പറഞ്ഞു, നബിയേ ഞാൻ അതും പൊരുത്തപ്പെട്ട് കൊടുത്തു എന്ന് പറഞ്ഞതും ശുക്രൻ ജസാക്കല്ലാഹ് യാ റസൂലല്ലാഹ്